ഹായ് എവ്രിവൺ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡയബറ്റീസ് ഉള്ളവർക്ക് എങ്ങനെ അത് കുറയ്ക്കാം എന്നുള്ളതും ഡയബറ്റീസ് ഇല്ലാത്തവർക്ക് അതായത് എങ്ങനെ നമുക്ക് ഡയബറ്റീസ് വരാണ്ട് തടയാം എന്നുള്ളതാണ് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡയബറ്റീസ് എന്ന അസുഖം വരാണ്ടിരിക്കാനും വന്നവർക്ക് അത് കുറയ്ക്കാനും സാധിക്കുന്നതാണ്. അതിൽ ഫസ്റ്റ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, 40 പ്രാവശ്യമെങ്കിലും നമ്മളത് ചവച്ചരച്ച് കഴിക്കാൻ ശ്രമിക്കണം. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ചവച്ചരച്ച് കഴിക്കും തോറും നമ്മളുടെ ഡൈജഷൻ പ്രോസസ്സ് അത് കുറയ്ക്കും. സാധാരണ നമ്മൾ എങ്ങനെയാ, നമ്മൾ ഭക്ഷണം കഴിക്കുക, ഒരു 3-4 വട്ടം ചവച്ചരച്ച് നമ്മൾ അത് വിഴുങ്ങും അല്ലെ. അപ്പൊ നമ്മൾ ഈസോഫേഗസിൽ കൂടെ പോയിട്ട് സ്റ്റൊമക്കിൽ പോയിട്ട് അത് ഡൈജസ്റ്റ് ചെയ്തിട്ട് അത് എത്രയും പെട്ടെന്ന് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് അത് ഗ്ലൂക്കോസ് ആയിട്ട് മാറി പെട്ടെന്ന് തന്നെ നമ്മൾ ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്തിട്ട് ഈ ബ്ലഡിൽ എന്ത് ചെയ്യും, ഷുഗർ ലെവല് സ്പൈക്ക് ആവാണ് ചെയ്യുന്നത്. അപ്പൊ ഡയബറ്റീസ് ഉള്ളവർക്ക് എങ്ങനെയാണ്, ഈ ഷുഗർ ലെവൽ സ്പൈക്ക് ആവുന്ന സമയത്ത് ഇൻസുലിൻ എന്താവില്ല, മര്യാദയ്ക്ക് റിലീസ് ആവാത്തതുകൊണ്ട് ഈ ബ്ലഡില് ഈ ഷുഗർ ലെവൽ എന്ത് ചെയ്യും, ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഇങ്ങനെ കൂടി വരുമ്പോഴാണ് നമുക്ക് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. നമ്മളിങ്ങനെ 40 പ്രാവശ്യം ചവച്ചാൽ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡൈജഷൻ പ്രോസസ്സ് അതിന്റെ സ്ലോ ഡൗൺ ചെയ്യും. അതായത് നമ്മൾ വയറിൽ നിന്ന് പെട്ടെന്ന് അത് എലിമിനേറ്റ് ആവാണ്ട് ബ്ലഡിലേക്കുള്ള ഗ്ലൂക്കോസ് സ്പൈക്ക് കൂടൂല. രണ്ടാമത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പതുക്കെ കഴിക്കുന്നത് കൊണ്ട് ഗ്രലിൻ എന്ന് പറയുന്ന നമ്മളുടെ ഹങ്കർ ഹോർമോൺ എന്താവും, അതിന്റെ അളവും കുറയും. അപ്പൊ ബ്രെയിനിലേക്ക് സിഗ്നൽ പോകും എന്തെന്ന്, ഇപ്പൊ നമ്മൾ 3 പിടി ചോറാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ 1 പിടി ചോറ് കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ വയറ് ഫുള്ളാവും. അപ്പൊ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കാണ്ട് ഇരിക്കാനും അത് സഹായിക്കും. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു അരമണിക്കൂർ നടക്കണം. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴാണ് നമ്മളെ ബ്ലഡ് ഷുഗർ ലെവൽ സ്പൈക്ക് ആവുന്നത്. അപ്പോൾ നമ്മളുടെ മസിൽസ് ആണ് ഏറ്റവും അധികം ഈ ഗ്ലൂക്കോസ് ഇൻടേക്ക് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി മസിൽസിനാണുള്ളത്. അപ്പോൾ ഷുഗർകാർക്ക് എന്താ, ഡയബറ്റീസ് ഉള്ളവർക്ക് എങ്ങനെ ഉണ്ടാവുന്നത്, അവരെ മസിൽ മാസ് കുറയും. അപ്പോൾ എന്തുണ്ടാവും, ഈ മസിലില് ഈ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും. അതുകൊണ്ടാണ് ബ്ലഡില് ഷുഗർ ലെവല് കൂടുന്നത്. അപ്പൊ നമ്മൾ മസിൽസ് നല്ലോണം ടൈറ്റ് ചെയ്യാൻ എക്സസൈസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഷുഗർ സ്പൈക്ക് കൂടുന്ന ടൈമിൽ നമ്മൾ ഇതുപോലെ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ, നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിന്റെ അളവ് കുറയ്ക്കും. ഇനി മൂന്നാമത്തെ ഞാനൊരു നാച്ചുറൽ റെമഡി പറഞ്ഞുതരാം. നമ്മുടെ പേര, അതായത് കൂവ അറിയാല്ലേ, പേരയുടെ തളിരില എടുക്കാം. ഒരു 4-5 തളിരില എടുത്തിട്ട് 1 തൊട്ട് 2 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ഈ വെള്ളം നമ്മൾ ഒരു ദിവസത്തിനുള്ളിൽ കുടിച്ചു തീർക്കുക. പേരയുടെ ഗുണങ്ങൾ എന്താ, ഇത് നമ്മൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടും, ഗ്ലൂക്കോസ് മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യും, ഇത് ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അതേപോലെ തന്നെ നമ്മളുടെ ഡയറ്റിൽ നിന്ന് ലഭിക്കുന്ന ഷുഗർ അത് അളവ് കുറയ്ക്കാനും സഹായിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ, അതായത് ഡയബറ്റീസ് ഉള്ളവർക്ക് അത് കുറയ്ക്കാനും ഡയബറ്റീസ് വരാണ്ടിരിക്കാനും ഹെൽപ്ഫുൾ ആണ്. താങ്ക് യു.